ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ.ടി. അഫ്സലിനെതിരായ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാനായില്ല. കോറം തികയാത്തതാണ് കാരണം. CPM അംഗങ്ങളും ലീഗിലെ വിമത അംഗങ്ങളും ചർച്ചയ്ക്കെത്തിയില്ല. വിശദമായ റിപ്പോർട്ടിലേക്ക്. മുസ്ലിം ലീഗിന്റെ സംഘടനാ തീരുമാനം അനുസരിക്കാത്തതിന്റെ പേരിൽ മുസ്ലിം ലീഗിലെ ഔദ്യോഗിക ലീഗ് വിഭാഗം കൊണ്ടുവന്നിട്ടുള്ള അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാൻ കഴിയാതെ പരാജയപ്പെട്ടിരിക്കുകയാണ്. 11 അംഗങ്ങൾ പങ്കെടുത്താൽ, ഭൂരിപക്ഷ അംഗങ്ങൾ പങ്കെടുത്താൽ മാത്രമാണ് ഒരു അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാൻ കഴിയുക. എന്നാൽ ഭൂരിപക്ഷ അംഗങ്ങൾ പങ്കെടുക്കുന്ന കണക്ക് നോക്കുമ്പോൾ 21-ൽ 11 പേരാണ് ഇന്നത്തെ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കേണ്ടത്. എന്നാൽ 11 പേർ ഇന്ന് 11 മണിക്കാണ് BDO ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥ കൊടുത്ത ഈ അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള സമയം. ആ സമയത്ത് 11 പേര് എത്താത്തതിനാൽ അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാൻ കഴിഞ്ഞില്ല. അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതിൽ വ്യക്തമാകുന്നത് കെ.ടി. അഫ്സൽ അലി ആലിപ്പറമ്പ് പഞ്ചായത്തിന്റെ പ്രസിഡന്റായി തുടരുമെന്നുള്ളതാണ്. മാത്രമല്ല, ഇനി അടുത്തൊരു അവിശ്വാസ പ്രമേയം കൊടുക്കാൻ കഴിയുക 6 മാസത്തിന് ശേഷമാണ്. ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക പക്ഷം കൊടുത്തുള്ള അവിശ്വാസ പ്രമേയമാണ് കൃത്യമായി കോറം തികയാനില്ലാത്തതിന്റെ കാരണത്താൽ പരാജയപ്പെട്ടുള്ളത്. പക്ഷെ ഔദ്യോഗിക പക്ഷത്തു നിന്നുള്ള നേതാക്കന്മാരായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ പാർലമെന്ററി പാർട്ടി നേതാവ് കാമ്പ്രത്തു നിന്നുള്ള വാപ്പുട്ടി ഹാജി, CT നൌഷാദ് അലി മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റായി മുസ്ലിം ലീഗ് ഭരണ സമയത്ത് സ്ഥാനം രാജിവെച്ചിട്ടുള്ള ആളാണ്. അതോടൊപ്പം തന്നെ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നവാസ് ഈ ചർച്ചയ്ക്ക് എത്തുകയുണ്ടായി. മജീദ് മാസ്റ്റർ എത്തുകയുണ്ടായി. കാരണം മജീദ് മാസ്റ്റർ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അഫ്സലിന് ശേഷം ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റായി തുടരുക എന്ന ധാരണയിലേക്ക് എത്തേണ്ടത്. അതുപോലെ തന്നെ സഫ്വാന ടീച്ചർ, PM വാഹിദ, മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക പക്ഷത്ത് നിൽക്കുന്ന 6 പേർ ചർച്ചയ്ക്കെത്തി. അതോടൊപ്പം തന്നെ കോൺഗ്രസ് അംഗം കൂടിയുണ്ട്. നമുക്കറിയാം, ആകെ 21 അംഗങ്ങളിൽ 14 അംഗങ്ങൾ UDF-ന്റെയാണ്. അതിൽ 13 പേർ മുസ്ലിം ലീഗിന്റെയും ഒരാൾ കോൺഗ്രസിന്റെയുമാണ്. കോൺഗ്രസിന്റെ ശാരദാ മോഹൻദാസ് എന്ന് പറയുന്ന ആലിപ്പറമ്പിൽ നിന്നുള്ള അംഗം ഈ ചർച്ചയ്ക്കെത്തിയിട്ടുണ്ട്. അപ്പൊ മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക പക്ഷത്ത് നിൽക്കുന്ന ഈ UDF സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന മുസ്ലിം ലീഗിന്റെ 6 അംഗങ്ങളും കോൺഗ്രസിന്റെ ഒരംഗമായിട്ടുള്ള ശാരദാ മോഹൻദാസും ഇവിടെ ചർച്ചയ്ക്ക് എത്തിയിട്ടുണ്ട്. ചർച്ചയ്ക്ക് എത്തിയ ആളുകൾ ഒരിക്കൽ കൂടി പറയാം നമുക്ക്. വാപ്പുട്ടി ഹാജി എത്തിയിട്ടുണ്ട്, CT നൌഷാദ് എത്തി, TK നവാസ് എത്തി, മജീദ് മാസ്റ്റർ എത്തി, സഫ്വാന ടീച്ചർ എത്തി, വട്ടപ്പറമ്പിൽ നിന്നുള്ള PM വാഹിദ ടീച്ചർ എത്തിയിട്ടുണ്ട്, ശാരദയും മോഹൻദാസും എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ വിമത വിഭാഗം ഇവിടെ എത്തിയിട്ടില്ല. അതുപോലെ തന്നെ CPIM എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇവിടുത്തെ പ്രധാന പ്രതിപക്ഷമായ CPIM വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. അതോടുകൂടി 11 പേര് തികയുക എന്ന കോറം തികയാൻ കഴിയാതെ, അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാൻ കഴിയാതെ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി, മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറി P. അബ്ദുൽ ഹമീദ് മാസ്റ്ററുടെ വിപ്പ് കഴിഞ്ഞ ദിവസം തന്നെ മുസ്ലിം ലീഗിന്റെ എല്ലാ അംഗങ്ങൾക്കും കൊടുത്തിരുന്നു. മുസ്ലിം ലീഗിലെ 13 അംഗങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 13 അംഗങ്ങളിൽ 12 പേരും മുസ്ലിം ലീഗിന്റെ കോടി ചിഹ്നത്തിൽ മത്സരിച്ചതാണ്. ആനമങ്ങാട് നിന്നുള്ള 2ാം വാർഡിൽ നിന്നുള്ള രാജേഷ് മാത്രമാണ് ലീഗിന്റെ സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ചിട്ടുള്ളത്. പക്ഷേ മുസ്ലിം ലീഗിന്റെ അംഗത്തെ പിന്നീട് സ്വീകരിച്ചതോടുകൂടി അദ്ദേഹത്തിനുകൂടി വിപ്പ് ബാധകമാകും എന്നുള്ളതാണ് ചർച്ചയുടെ ഭാഗമായിട്ട് വരുന്നത്. നേരത്തെ ഹൈക്കോടതിയിൽ നടന്ന 1 മാസം നടന്ന ഒരു കേസിനകത്ത് സ്വതന്ത്ര അംഗമായി മത്സരിച്ചാലും പിന്നീട് പാർട്ടി മെമ്പർഷിപ്പ് എടുത്താൽ അദ്ദേഹത്തിന് കൂടി വിപ്പ് അംഗീകരിക്കേണ്ടി വരും എന്ന രീതിയിലേക്ക്. അപ്പൊ മുസ്ലിം ലീഗ് ഇവിടെ ഔദ്യോഗികമായിട്ട് അവരുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് 2 ദിവസം മുമ്പ് വിപ്പ് നൽകിയിരുന്നു. ആ വിപ്പ് ലംഘിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗിൽ നിന്നുള്ള 7ഓളം മെമ്പർമാർ മാറി നിന്നിട്ടുള്ളത്. മുസ്ലിം ലീഗിൽ നിന്ന് ഈ ചർച്ചയിൽ മുസ്ലിം ലീഗിന്റെ സംഘടനാ തീരുമാനം അംഗീകരിക്കാതെ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ കെ.ടി. അഫ്സലിനൊപ്പം നിന്ന മെമ്പർമാർ ഇവരൊക്കെയാണ്. പരിയാപുരത്ത് നിന്നുള്ള അഫ്സൽ നിലവിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. വാഴയങ്കടിൽ നിന്ന് മുബാറക് അലി അഫ്സലിന്റെ കൂടെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. പാറക്കണ്ടിൽ നിന്നുള്ള ജുബില ലത്തീഫ് അഫ്സലിന്റെ കൂടെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. അതുപോലെ കൂത്തുപറമ്പിൽ നിന്നുള്ള ഹംസക്കുട്ടി അഫ്സലിന്റെ കൂടെയാണ് നിന്നത്. തൂതയിൽ നിന്നുള്ള CH ഹമീദ് അഫ്സലിന്റെ കൂടെയാണ് നിന്നത്. അതുപോലെ തന്നെ പാലോളിപ്പറമ്പിൽ നിന്നുള്ള ഷീജ ടീച്ചറും ഈ ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഷീജ ടീച്ചർ കൂടി പഞ്ചായത്ത് വിമതപക്ഷത്തിന്റെ മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക പക്ഷത്തിന്റെ വിപ്പ് ലംഘിച്ചുകൊണ്ട് അഫ്സലിന്റെ കൂടെ നിന്നുള്ളതാണ്. മാത്രമല്ല, ഷീജ ടീച്ചർ കഴിഞ്ഞ 3 വർഷമായി അഫ്സലിന്റെ കൂടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കുന്ന ആൾ കൂടിയാണ്. അവരും അഫ്സലിന്റെ കൂടെ നിൽക്കുന്നുള്ള. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് നിലവിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള അഫ്സലും വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഷീജ ടീച്ചറും ഈ വിമതപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്നു എന്നുള്ള